നേരത്തെ ദിലീപ് പറഞ്ഞതുപോലെ തന്നെ രാജാജി മാർഗിലെ 10ാം നമ്പർ വസതി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഇപ്പോൾ നിർണായകമായ കൂടിക്കാഴ്ച നടക്കുന്നു. ദീപാദാസ് മുൻഷിയും കേന്ദ്ര നിരീക്ഷകരും ജയറാം രമേശും ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. അധികം വൈകാതെ എത്തിയിട്ടുണ്ട്. ഏതെല്ലാം വിശദാംശങ്ങളുമായി അരവിന്ദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ് വീണ്ടും ഈ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതി. അവിടെയാണിപ്പോൾ അന്തിമ ചർച്ച എന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത്. പാർട്ടി കോൺഗ്രസ് ആണ്. അതുകൊണ്ട് അന്തിമ ചർച്ച എന്ന വിശേഷണമൊക്കെ ഒരുപക്ഷെ അത് അസ്ഥാനത്താകുന്നതിനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ചർച്ചകളൊക്കെ നടത്തി ചർച്ചകൾ അത് കോൺഗ്രസിന് പുത്തരിയല്ല എന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടക്കുന്നത്? ദിലീപ് കുമാർ ജി കെ അല്പസമയം മുമ്പാണ് കോൺഗ്രസിന്റെ 2 നിരീക്ഷകരും അതോടൊപ്പം തന്നെ ജയറാം രമേശ്, ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ 10 രാജാജി മാർഗിലെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് എത്തിയത്. അവർ ഇപ്പോഴും ഈ വസതിയിൽ തന്നെ തുടരുകയാണ്. 1 മണിയോടുകൂടിയുള്ള ചാർട്ടേഡ് വിമാനത്തിൽ അവർ കേരളത്തിലേക്ക് പോകും എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്നൊരു തീരുമാനം അത് ഔദ്യോഗികമായി പ്രിന്റ് ചെയ്ത ഒരു മുദ്രവെച്ച കവറിൽ ഇവരുടെ പക്കൽ അയക്കുവാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അവസാനഘട്ട ചർച്ചകൾ കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിയിൽ നടക്കുന്നുവെന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നു. വിമാനത്തിൽ കെ സി വേണുഗോപാൽ ഇല്ല, മറിച്ച് ഈ 2 നിരീക്ഷകരും അതുപോലെ തന്നെ ദീപാദാസ് മുൻഷിയും മാത്രമായിരിക്കും ഉണ്ടാവുക. എന്തായാലും അവിടങ്ങോട്ട് വിമാനത്താവളത്തേക്ക് പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് അജയ് മക്കനും അതുപോലെ തന്നെ മുകുൾ വാസ്നിക് അടക്കമുള്ള നേതാക്കൾ എത്തിയിരിക്കുന്നത്. എന്തായാലും അവസാനഘട്ട ചർച്ച എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പാർട്ടി കോൺഗ്രസ് ആണ്. എന്തായാലും അവസാനം നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം 1 മണിയോടുകൂടിയാണ് നേതാക്കൾ കേരളത്തിലേക്ക് പുറപ്പെടുക. ചാർട്ടേഡ് വിമാനമുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 മണിയോടുകൂടി നാട്ടിലേക്ക് എത്തും. എന്തായാലും അന്തിമ ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ്. ജയറാം രമേശ് ഉണ്ട്, നമുക്കറിയാം മാധ്യമ വിഭാഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് ജയറാം രമേശ്. ഇതുകൂടാതെ തന്നെ കേരളത്തിൽ നിരീക്ഷിച്ച 2 AICC നിരീക്ഷകർ മുകുൾ വാസനിക്കും അതുപോലെ തന്നെ അജയ് മകനും ഇവിടെ എത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി എത്തിയിട്ടുണ്ട്. ഇതുവരെ കൃത്യമായ ഒരു അറിയിപ്പ് ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ നേതാക്കൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്ന യോഗത്തിൽ ഒരുപക്ഷെ നേതാക്കളോട് കൃത്യമായി തന്നെ ആരെയായിരുന്നു ഹൈക്കമാൻഡ് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്ത കാര്യം വ്യക്തമാക്കും. അത് നൽകുന്ന അല്ലെങ്കിൽ ആ നിയമസഭാ കക്ഷി യോഗത്തിൽ അത് അറിയിക്കാനുള്ള മുദ്രവെച്ച കവറിൽ നൽകുന്ന പത്രമടക്കം നൽകിയായിരിക്കും ഈ നിരീക്ഷകരെയും അതുപോലെ തന്നെ ദീപാദാസ് മുൻഷിയെയും നാട്ടിലേക്ക് ഇവിടെ നിന്ന് അയക്കാൻ പോകുന്നത്. എന്തായാലും അവർക്കിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ലഭിച്ചു കാണും. ഇതിനോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മറ്റ് നേതാക്കളും ഒരുപക്ഷെ ഇങ്ങോട്ട് എത്തിയേക്കുമെന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം ഇന്ന് പുലർച്ചെയാണ് കെ സി വേണുഗോപാലുമായി ഏകദേശം 1 മണിക്കൂറിലധികം രാഹുൽ ഗാന്ധി സംസാരിച്ചിരുന്ന. കഴിഞ്ഞ ദിവസങ്ങളടക്കം നിർണായകമായ ചർച്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.